നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ഫ്രെനിക് നെർവ് പേസിംഗിൽ ചരിത്ര നേട്ടവുമായി കണ്ണൂർ ആസ്റ്റർ മിംസ്. അപകടത്തിൽ നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ് വെന്റിലേറ്ററിലായിരുന്ന ചെറുവത്തൂർ സ്വദേശിക്കാണ് കേരളത്തിൽ ആദ്യമായി ഈ നൂതന ചികിത്സ നൽകിയത്. ഫ്രെനിക് നെർവ് പേസിംഗിലൂടെ ശ്വസനശേഷി തിരികെ ലഭിച്ച രോഗിയെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയെന്ന് ഡോക്ടർമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശസ്ത്രക്രിയയ്ക്ക് ന്യൂറോ ഹെഡ് ഡോക്ടർ രമേഷ് CV, ഡോക്ടർമാരായ ഷമീജ് മുഹമ്മദ്, ഷാഹിദ്, വന്ദന, ലാവണ്യ, സജിത് ബാബു എന്നിവരാണ് നേതൃത്വം നൽകിയത്. അപകടത്തിൽ നട്ടെല്ലിന് ഗുരുതരമായി പരിക്കേറ്റ് 4 മാസമായി വെന്റിലേറ്ററിന്റെ സഹായത്തോടെ മാത്രം ശ്വസനം സാധ്യമായിരുന്ന വ്യക്തിക്ക് നൂതന ചികിത്സാ രീതിയായ ഫ്രെനിക് നെർവ് പേസിംഗിലൂടെ ശ്വസനശേഷി തിരിച്ചു നൽകുകയും വെന്റിലേറ്ററിൽ നിന്നും മുക്തനാവാൻ സാധിക്കുകയും ചെയ്തു. കേരളത്തിൽ ആദ്യമായാണ് ഫ്രെനിക് നെർവ് പേസിംഗ് നടത്തുന്നത് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. 45 വയസ്സുകാരനായ ചെറുവത്തൂർ സ്വദേശി അപകടത്തെ തുടർന്ന് തലച്ചോറിൽ നിന്നും ഡയഫ്രത്തിലേക്ക് സന്ദേശം കൈമാറുന്ന സംവിധാനത്തിന് തകരാർ സംഭവിക്കുകയും തന്മൂലം ശ്വാസമെടുക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നത് നട്ടെല്ലിന് പരിക്കേൽക്കുന്ന സാഹചര്യങ്ങളിൽ പതിവാണ്. ഇത്തരം ഘട്ടങ്ങളിൽ തൊണ്ടയിലൂടെ കുഴൽ ഘടിപ്പിക്കുകയും വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ശ്വാസം നിലനിർത്തുകയുമാണ് ചെയ്യാറുള്ളത്. ഈ അവസ്ഥയ്ക്ക് ശാശ്വതമായ പരിഹാരം നൽകുവാൻ ഫ്രെനിക് നെർവ് പേസിംഗിലൂടെ സാധിക്കും. ശ്വസനം നിയന്ത്രിക്കുന്ന ഫ്രെനിക് നെർവിനായിരുന്നു ഈ രോഗിക്കും തകരാർ പറ്റിയത്. പ്രത്യേകം തയ്യാറാക്കിയ ഇംപൾസ് ജനറേറ്റർ തകരാർ സംഭവിച്ച ഭാഗത്ത് ശസ്ത്രക്രിയയിലൂടെ സന്നിവേശിപ്പിക്കുകയും ഈ ഇംപൾസ് ജനറേറ്റർ പ്രവർത്തിപ്പിച്ച് നിശ്ചിതമായ രീതിയിൽ നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ഇതിലൂടെ ഞരമ്പിന്റെ പ്രവർത്തനക്ഷമത വീണ്ടും കിട്ടുകയും ശ്വസനശേഷി പുനഃസ്ഥാപിക്കപ്പെടുകയുമാണ് ചെയ്യുന്നത്. ശ്വസനശേഷി തിരിച്ചു കിട്ടിയ രോഗിയെ ഓപ്പറേഷനു ശേഷം വെന്റിലേറ്ററിൽ നിന്നും പൂർണ്ണമായും മാറ്റി നിർത്തുവാൻ സാധിച്ചു. 4 മാസമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങൾക്കാണ് ഇതോടെ അറുതിയായിരിക്കുന്നത്. പലപ്പോഴും ചില പേഷ്യന് ഭാഗ്യമുണ്ടെങ്കിൽ കുറച്ച് സമയം കൊണ്ട് വെന്റിലേറ്ററിൽ നിന്ന് വിടിയിക്കാൻ നമുക്ക് പറ്റും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കേസിൽ നമുക്കത് പറ്റിയിരുന്നില്ല. കാരണം സ്പൈനൽ കോർഡ് ഇഞ്ചറി വളരെ മുകളിലായിരുന്നു, വളരെ ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ജീവിതകാലം മുഴുവൻ വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വന്നേക്കാവുന്നൊരു കേസായിരുന്നു. താരതമ്യേന പ്രായം കുറഞ്ഞ പേഷ്യൻ്റ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഗുണനിലവാരം അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിലും പേഷ്യൻ്റ് ഒന്ന് സംസാരിക്കണമെങ്കിലും ഒക്കെ, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഈവൻ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ പോകണമെങ്കിൽ കൂടി നമുക്ക് വെന്റിലേറ്ററിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കിയേ പറ്റും, അല്ലെങ്കിൽ വിടിച്ചേ പറ്റും. അപ്പോൾ അതിനുള്ളൊരു ഈ ഒരു നൂതന ചികിത്സാ രീതിയാണ് നമ്മൾ ശ്രമിച്ചത്. ഇവിടെ നമ്മൾ ചെയ്തത് ഫ്രെനിക് നെർവ് പേസിംഗ് എന്നൊരു ചികിത്സാ രീതിയാണ്. അതായത് നമ്മളൊരു തലച്ചോറിന് ഇമ്പൾസ് മാതിരി തന്നെ കൃത്രിമമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഇമ്പൾസ്, ഒരു പ്രത്യേക മെഷീനാണ് അത്, പൾസ് ജനറേറ്റർ എന്ന് പറയും. അത് നമ്മൾ ഈ ഫ്രെനിക് നെർവിലേക്ക് ഘടിപ്പിക്കുകയും അതുവഴി ഇമ്പൾസ് കൃത്യമായിട്ടുണ്ടായ ഇമ്പൾസ് ഓരോ ശ്വാസം വലിക്കുന്ന മാതിരി തന്നെ ഡയഫ്രത്തിലേക്ക് കൊടുക്കുകയും അതുവഴി ഡയഫ്രത്തിൻ്റെ പ്രവർത്തനം വീണ്ടും കിട്ടുകയും പേഷ്യൻറ്റിന് സ്വന്തമായിട്ട് ശ്വാസം വലിക്കാനും പറ്റി. ഓപ്പറേഷൻ അന്ന് തന്നെ നമുക്ക് ഈ പേഷ്യൻറ്റിനെ വെന്റിലേറ്ററിൽ വിടിയിക്കാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ ആശ്വാസം, പേഷ്യൻ്റ് ഇപ്പോൾ സ്വന്തമായിട്ട് ശ്വാസം വലിക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് സീനിയർ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ഡിപ്പാർട്ട്മെന്റ് ഹെഡുമായ ഡോക്ടർ രമേഷ് CV നേതൃത്വം നൽകി. അദ്ദേഹത്തോടൊപ്പം ഡോക്ടർ ഷമീജ് മുഹമ്മദ്, ഡോക്ടർ ഷാഹിദ്, അനസ്തേഷ്യോളജി വിഭാഗം ഡോക്ടർമാരായ ഡോക്ടർ വന്ദന, ഡോക്ടർ ലാവണ്യ, ഹെഡ് ആൻഡ് നെക്ക് സർജൻ ഡോക്ടർ സജിത് ബാബു എന്നിവരും ഉണ്ടായിരുന്നു. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർമാരായ രമേഷ് CV, ഷമീജ് മുഹമ്മദ്, ഷാഹിദ്, സുപ്രിയ രഞ്ജിത്ത് എന്നിവരും പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ.